ശ്രീ തിരുവഞ്ചൂർ, താങ്കൾ ഈ വിവാദങ്ങളൊക്കെ കത്തിപ്പടരുന്നത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണുമെന്ന് മനസ്സിലാക്കുന്നു. താങ്കൾ എന്താണ് ഈ MTയുടെ വിമർശനത്തെ ഏത് പോയിന്റിലാണ് കാണാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ പ്രിയപ്പെട്ട ശ്രീ ജയശങ്കർ പറഞ്ഞ കാര്യത്തിൽ ഞാൻ പൂർണ്ണമായും ഷെയർ ചെയ്യുകയാണ്. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം മുഖ്യമന്ത്രിക്ക് തിരുത്താൻ ആരുമില്ല എന്നുള്ളതാണ്. സ്വതന്ത്രമായി ചിന്തിക്കുകയും സ്വതന്ത്രമായി അഭിപ്രായം പറയുകയും സ്വതന്ത്രമായ രചന നടത്തുകയും ചെയ്യുന്ന ഒരു വലിയ സാഹിത്യകാരൻ. കേരളത്തിൽ അദ്ദേഹത്തെക്കാൾ കൂടുതൽ പ്രായമുള്ള ഒരു വ്യക്തിയെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരാളൊരു അഭിപ്രായം പറയുമ്പോൾ ആ അഭിപ്രായത്തെ ട്വിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് കാര്യമായ വില കൊടുക്കുവാൻ ഇവർ തയ്യാറാവുന്നില്ല. അത് മറ്റാരെയോ കുറിച്ചാണ് എന്ന് പറഞ്ഞ് അതിനകത്ത് ഓടി ഒളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തെറ്റ് തിരുത്താനാണെങ്കിൽ 2 വാക്കുകൊണ്ട് തീർക്കാൻ പറ്റും. ഞങ്ങൾ ചെയ്തതിൽ തെറ്റുണ്ട്, ആ തെറ്റ് തിരുത്തുന്നതിന് വേണ്ടി ശ്രമിക്കും എന്ന് 2 വാചകങ്ങൾ പറഞ്ഞാൽ ഈ പ്രശ്നത്തിന് അവസാനമുണ്ടാക്കും. അതിനവർ തയ്യാറല്ല. നിന്നിടത്ത് നിന്ന് അവിടെ കുഴിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് നിൽക്കുന്നത്. സ്വാഭാവികമായും അതിന്റെ പ്രതികരണമാണ് ശ്രീ MT വാസുദേവൻ നായരെ പോലെയുള്ള അത്യുന്നതനായ ഒരു വ്യക്തിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും ശ്രീ തിരുവഞ്ചൂർ, അതായത് ഈ വിമർശനം ഏൽക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാകുന്ന അത് സാഹിത്യലോകത്തുനിന്നായാലും ആദ്യത്തെ ഒരാളല്ല പിണറായി. ചരിത്രപരമായി നോക്കൂ, നമുക്ക് എത്രയോ മുഖ്യമന്ത്രിമാർ കേരളത്തിലുണ്ട്. അവരൊക്കെ വിമർശന ശരങ്ങൾ എല്ലാ മേഖലകളിൽ നിന്നും ഏറ്റുവാങ്ങിയവരാണ്. പിണറായിലേക്ക് എത്തുമ്പോൾ ഇതിൻ്റെ ഒരു പ്രസക്തി വർദ്ധിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? അതിന് പുതിയ പുതിയ തലങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ ഉണ്ടാകുന്നതും എന്തുകൊണ്ടായിരിക്കാം? ശ്രീ MT വാസുദേവൻ നായർ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റാണ് എന്നുള്ളത് കൊണ്ടാണ് സ്വാഭാവികമായിട്ട് ഇതിന്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. കേരള ജനത കുറെ കാലമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമങ്ങളുടെ ഒരു ബഹിർസ്ഫുരണം ശ്രീ MTയിലൂടെയാണ് വന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കാര്യത്തിൽ കൂടുതൽ പ്രാധാന്യം ഉണ്ടാകുകയാണ്. അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഒരു വിമർശനം അതിൻ്റെതായ രൂപത്തിൽ വന്നപ്പോലെ ആ വിമർശനം എത്തുന്ന അടുത്ത നിമിഷത്തിൽ ശ്രീ EP ജയരാജൻ പ്രതികരിച്ചല്ലോ. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഇത് നേരെ പ്രധാനമന്ത്രിക്കെതിരാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് ഒരു ശ്രമമാണ് നടത്തിയത്. അതിന്റെ അർത്ഥം ഇതുവരെ ചെയ്തതെല്ലാം ശരിയാണ്, ഇനിയും അതേ പാതയിൽ തന്നെ പോകും എന്ന് പരസ്യമായി നടത്തുന്ന പ്രഖ്യാപനമായി തന്നെ നമുക്കെടുക്കാൻ കഴിയും.